ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്കറിയാം, നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് നെക്സ്റ്റ് എക്സാം സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇൻഡിക്കേഷനാണ് PWD ഓവർസിയർ ഗ്രേഡ് 2, PWD ഇറിഗേഷൻ ഓവർസിയർ ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ. നമുക്കറിയാം, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് 2024 വന്ന ആദ്യത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മുടെ PWD ഇറിഗേഷൻ ഗ്രേഡ് 2. എപ്പോഴും ഞാൻ പറയാറുണ്ട്, സിവിൽ എഞ്ചിനീയേഴ്സിന് എല്ലാ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഏതെങ്കിലും ഒരു പോസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ LSTD AE, LSTD ഗ്രേഡ് 1, അതുപോലെ നമ്മൾ കഴിഞ്ഞ എക്സാം കഴിഞ്ഞ് ലിസ്റ്റ് ഉണ്ട്, അപ്പോയിൻമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ലിസ്റ്റുകളെ വീണ്ടും വിളിക്കാൻ സാധ്യത അല്ലെങ്കിൽ വിളിക്കാനുള്ള സമയമായി എന്നുള്ള ഇൻഡിക്കേഷനാണ് PWD അതുപോലെ തന്നെ ഇറിഗേഷൻ ഓവർസിയർ ഗ്രേഡ് 2. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ഈ പോസ്റ്റിന്റെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മളെ ഓവർസിയർ ഗ്രേഡ് 2 ബാച്ചസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അവയർനെസ് ആണ് തരാം. സോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 008/2024 ആണ്. നമ്മുടെ PWD അല്ലെങ്കിൽ പബ്ലിക് വർക്ക്സ് അല്ലെങ്കിൽ ഇറിഗേഷൻ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു പോസ്റ്റിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITA ആണ്. പക്ഷേ എല്ലാവർക്കും ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ, അതായത് നമ്മുടെ ജോബ് പോർട്ടൽസിലെല്ലാം 2024 ആദ്യ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു എന്ന് പറഞ്ഞു വന്നപ്പോൾ തൊട്ടേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ എല്ലാവരും ക്വയറി നടത്തിയ ഒരു കാര്യമാണ് ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും അതൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ലൈക്ക് ITA പോസ്റ്റുകൾ എക്സ്ക്ലൂസീവ്ലി ITA-ക്കാർക്ക് വേണ്ടി മാത്രം റിസർവ്ഡ് ആയി, അതായത് അധിക യോഗ്യത അയോഗ്യത അല്ല എന്നുള്ള സുപ്രീം കോടതി വിധിയൊന്നും അവിടെ കൺസിഡർ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൺഫ്യൂഷനാണ്. സോ അതെല്ലാത്തിനും ഒരു ആൻസർ ആണ് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് നോക്കാം. ബേസിക്കലി നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പബ്ലിക് വർക്ക്സ് ഓർ ഇറിഗേഷൻ. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ്സ് അണ്ടർ KGTE or equivalent examination. Not group certificate will include all the 4 categories. അതായത് നമ്മുടെ ITA-ക്കാരുടെ ബിൽഡിംഗ് ഡ്രോയിങ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേ ആൻഡ് ഇറിഗേഷൻ, ഇവർക്കെല്ലാം, അതായത് KGTE അല്ലെങ്കിൽ നമ്മുടെ ITA കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് CE. അപ്പോൾ അതിനകത്തുള്ള ഈ ഒരു ഗ്രൂപ്പുകാർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ you can see 31,100 to 66,800 ആണ്. അപ്പം നമുക്ക് അത്യാവശ്യം സർവീസിൽ കയറുമ്പം സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ എന്ന് പറയുന്ന പോസ്റ്റ് നമുക്ക് നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അപ്പം നമുക്ക് പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 to 36 ആണ്. പിന്നെ റിസർവേഷൻ കാറ്റഗറീസിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അതല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, പാസ് ഇൻ 8 സബ്ജക്ട്സ് namely സർവേയിങ് ആൻഡ് ലെവലിംഗ്, അപ്ലൈഡ് മെക്കാനിക്സ്, building material and construction, hydraulics and irrigation, building drawing and estimation, earthwork and road making, geometrical drawing lower or practical plane and solid geometry lower, ഇതൊക്കെ ആ സ്പെസിഫിക്കേഷൻ ഉള്ളവർക്ക് അറിയാം. ആൻഡ് മെൻസുറേഷൻ ലോവർ. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഇൻ ദ ട്രേഡ് ഓഫ് ക്രാഫ്റ്റ്സ്മാൻ സിവിൽ ഓർ സർവേ obtained after 18 months course followed by 6 months practical training at ITA institute centers conducted by the Government of India, Ministry of Labour. ഇതൊക്കെ ആ ഒരു കറസ്പോണ്ടിങ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ബിടെക്കും ഡിപ്ലോമയൊക്കെ കഴിഞ്ഞവർ ഇതൊന്നും കണ്ടുവരാം. ഇനി അടുത്ത കണ്ടോ, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 2-year കോഴ്സ് ഓഫ് ദ വുമൻസ് പോളിടെക്നിക് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പം ഈ ഡിപ്ലോമ എന്ന് പറയുന്നത് ശരിക്കും വുമൻസ് പോളിടെക്നിക് ആണെന്ന് പറഞ്ഞാലും ഇറ്റ് ഇസ് എ ഡിപ്ലോമ കോഴ്സ് അല്ലേ. അപ്പോൾ ബിടെക്കാരൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ എടുത്ത് ഇതിന് ഇക്വലൻ്റ് ഓർ ഹയർ കൊടുക്കാൻ പറ്റും. അതായത് ഡിപ്ലോമക്കാർക്കാണെങ്കിലും ബിടെക്കുകാർക്കാണെങ്കിലും ഡിപ്ലോമ എന്ന് പറയുന്നത് ബിടെക്കുകാരെ സംബന്ധിച്ച് അവർക്ക് ഡിപ്ലോമയെക്കാളും ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്. സോ ഇക്വലൻ്റ് ഓർ ഹയർ വേണമെങ്കിൽ ഇത് കൊടുക്കാം. അതുപോലെ തന്നെ ഡിപ്ലോമക്കാർക്ക് ഇത് ഇക്വലൻ്റ് ആയിട്ട് കൊടുക്കാം. എവിടെ നിന്ന് ഡിപ്ലോമ കിട്ടിയാലും ഇത് ഇക്വലൻ്റ് ആയിട്ട് കൊടുക്കാം. ക്വാളിഫിക്കേഷനിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇത് മെൻഷൻ ചെയ്ത് പറഞ്ഞെങ്കിലും ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് ഇക്വലൻ്റ് ഓർ ഹയർ ടു ആ ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിടെക്കോ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇത് ഇക്വലൻ്റ് ഓർ ഹയർ ആയിട്ട് കൊടുക്കാം. ഇനി അത് അതിനകത്തും നമുക്ക് ക്ലാരിഫിക്കേഷൻ. അടുത്തത് നമുക്ക് KGTE ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ബിൽഡിംഗ് ഡ്രോയിങ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേ ആൻഡ് ഇറിഗേഷൻ. ഇതിനകത്ത് നമുക്ക് ഇക്വലൻ്റ് ആയിട്ട്, അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് KGTE ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇക്വലൻ്റ് ഓർ ഹയർ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ കാര്യം നോക്കാം. അതായത് നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് KGTE ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ 3 എണ്ണം എന്ന് പറഞ്ഞ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ PSC തന്നെ സർക്കുലർ തന്നിട്ടുണ്ട്. അതിന് ഇക്വലൻ്റ് ഓർ ഹയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കി. അപ്പോൾ ബിടെക്കാർ ഡിപ്ലോമ വെച്ച് ഡിപ്ലോമയ്ക്ക് ഇക്വലൻ്റ് ഓർ ഹയറോ കൊടുക്കാം, ഇതും കൊടുക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ KGTEക്ക് ഇക്വലൻ്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ അക്സെപ്റ്റഡ്, അതായത് ഈ പോസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്
ഇതിന് ഈ KGTE എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷന് ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പോസ്റ്റുകൾ VHSC സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്, പ്രൊവിഷണൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ, SCVT സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ, SCVT ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, BTech ഹോണേഴ്സ് സിവിൽ എഞ്ചിനീയറിംഗ്, MTech സിവിൽ എഞ്ചിനീയറിംഗ്, MTech സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, MTech ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, MTech കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, MTech കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്, ME സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളത്, അതായത് BTechകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വ്യക്തമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് KGTയുടെ ഈക്വലന്റ് ഓർ ഹയർ കൊടുത്താലും പ്രശ്നമില്ല, അത് കൊടുത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. PSC വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് സിവിൽ ഓർ സർവേയർ. അതിന് ഈക്വലന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്, ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ IT അല്ലെങ്കിൽ ITC സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ, അതുപോലെ തന്നെ NTC സർവേയർ, BTech സിവിൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്. BE സിവിൽ എഞ്ചിനീയറിംഗ് നമുക്ക് ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് തമിഴ്നാട് പഠിച്ചവരൊക്കെ കുറേ പേര് കഴിഞ്ഞ വർഷമൊക്കെ ക്വയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് യു ക്യാൻ അപ്ലൈ, കാര്യം അവർക്ക് കിട്ടുന്ന അവിടെ BE ഹോണേഴ്സ് ആണ്, അപ്പോൾ അതുകൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ MTech വാട്ടർ റിസോഴ്സ് ആൻഡ് ഹൈഡ്രോ ഇൻഫോർമാറ്റിക്സ്, MTech ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയർ. അപ്പോൾ BTech ഉള്ളവർക്ക് MTech വെച്ച് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, BTech ക്വാളിഫിക്കേഷൻ വെച്ച് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻ. കണ്ടോ, ഡിപ്ലോമ എന്ന് പറയുന്ന ക്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് KGCE സിവിൽ എഞ്ചിനീയറിംഗ്. KGCEക്കാർക്ക് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. KGTE ആണ് പറഞ്ഞിട്ടുള്ളത്, KGCEക്കാർക്ക് പറ്റുമോ? KGCEക്കാർക്കും പറ്റും. സിവിൽ എഞ്ചിനീയറിംഗ് KGCE കഴിഞ്ഞവർക്ക് പറ്റും. പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്കും പറ്റും. പോളിടെക്നിക് ഡിപ്ലോമ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സിന് പറ്റും. NCVTക്കാർക്ക് പറ്റും. ഡിപ്ലോമ സിവിൽ എഞ്ചിനീയേഴ്സിന് കാണും. പിന്നെ MTech എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, MTech വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, MTech ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്, MTech സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, MTech സിവിൽ എഞ്ചിനീയറിംഗ്, MTech സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ്, പിന്നെ AMIE സെക്ഷൻസ് A and B സിവിൽ എഞ്ചിനീയറിംഗ്. ഇതും കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. AMIEക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ്, AMIEക്കാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിപ്ലോമ സിവിലുകാർക്ക്, അതുപോലെ തന്നെ BTech, MTech, AMIEക്കാർക്ക് എല്ലാം തന്നെ ഈ ഒരു സെക്കൻഡ് ഗ്രേഡ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് PSC വ്യക്തമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിച്ചു തുടങ്ങണം അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ യോഗ്യത അനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഇല്ലാതെ നമുക്ക് PSC തന്നെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ പഠിച്ചു തുടങ്ങും? അപ്പോൾ നമ്മുടെ എൻട്രിയിൽ നമുക്ക് AE കോഴ്സസ്, അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ കോഴ്സസ്, അതുപോലെ തന്നെ തേർഡ് ഗ്രേഡ് ഓവർസിയർ കോഴ്സസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമുക്ക് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ തേർഡ് ഗ്രേഡും ITI യോഗ്യതയുള്ള പരീക്ഷ ആയതുകൊണ്ടും സിലബസ് ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ടും ക്ലാസ്സസ് എല്ലാം കോമൺ ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ദർ വിൽ ബി വേരിയേഷൻ. പിന്നെ നമ്മുടെ ക്ലാസ്സസ് എല്ലാം കംപ്ലീറ്റ്ലി നിമി ബേസ്ഡ് ആയിരിക്കും. ഇനി നിമി ബേസ്ഡ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നിമിക്കകത്ത് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്. തെറ്റുകളെല്ലാം റെക്ടിഫൈ ചെയ്താണ് നമ്മുടെ ക്ലാസ്സസിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ ഇനി നമ്മുടെ ഈ ചാനലിൽ തന്നെ നിമി വെച്ചിട്ട് എങ്ങനെ പഠിക്കാം, നിമി എങ്ങനെ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിമിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഫുൾ മാർക്ക് കിട്ടാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോർമൽ പ്ലാനും ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് പ്ലാനും ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ പ്ലാൻ നമ്മൾ ഇപ്പോൾ ആസ് സച്ച് കൊടുക്കുന്നത് 1 year വാലിഡിറ്റിക്കാണ്. അതായത് ഓവർസിയർ ഗ്രേഡ് 2 എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നോർമൽ പ്ലാൻ നമ്മൾ 1 year വാലിഡിറ്റി കൊടുക്കുന്നു. അതിനകത്ത് നമുക്ക് 250+ hours ഓഫ് ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഡെയിലി നമുക്ക് ഓരോ വീഡിയോസും ആപ്പിൽ അപ്ലോഡ് ആവുന്നതാണ്. 100% നമ്മൾ സിലബസ് കവറേജ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട്. അതായത് നമ്മുടെ ബേസ്ഡ് ഓൺ ആ ചാപ്റ്റേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ദെൻ അതായത് നമ്മുടെ ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്ന ഫാക്കൽറ്റീസ് എല്ലാം തന്നെ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ടീച്ചിങ് ഫീൽഡിൽ തന്നെ നല്ല രീതിയിൽ വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ദെൻ വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി നോട്ട്സ് ഉണ്ട്. ദെൻ മോഡൽ എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അനാലിസിസ്, ഡിസ്കഷൻ. ദെൻ നമുക്ക് സ്മോൾ എക്സാംസ് ഉണ്ട്, അതായത് ബേസ്ഡ് ഓൺ ചെറിയ ടോപ്പിക്സ്. ദെൻ റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടമുള്ള, അതായത് നമുക്ക് നോർമൽ പ്ലാൻ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. നിങ്ങളുടെ വർക്കിംഗ് ആണെങ്കിൽ പോലും, അല്ലെ ഈവൻ ഇഫ് യു ആർ എ ഹൗസ് മേക്കർ, അല്ലെ ഒരു ഹോം മേക്കർ ആണെങ്കിൽ ഹോം മേക്കറിൻ്റെ സൗകര്യത്തിനനുസരിച്ച്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാവലിങ്ങിൻ്റെ സമയത്ത്, ജോലിയുടെ സമയത്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് വീഡിയോസ് കണ്ട് പഠിക്കാം. ഓക്കെ, അതാണ് നോർമൽ പ്ലാൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി കമ്മിങ് ടു സെക്കൻഡ് ഗോൾഡ് പ്ലാൻ ആണ്. ഗോൾഡ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ പ്ലാനിൽ പറഞ്ഞ എല്ലാം തന്നെയുണ്ട്, പ്ലസ് അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് വീക്കിലി 3 ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക്
നോട്ട്സ് PDF രൂപത്തിൽ തരും. അതായത് ലൈക്ക് നമ്മളിപ്പോൾ ഒരു ലൈവിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്ന ആ ക്വസ്റ്റ്യൻസിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ്, അതായത് ഓരോ സബ്ജക്റ്റും പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ സ്പെഷ്യൽ ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും. മെൻറ്റർ നിങ്ങളെ സ്പെഷ്യലി മോണിറ്റർ ചെയ്ത് പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പഠിക്കാതെ നിങ്ങളൊന്ന് ഉഴപ്പുവാണെങ്കിൽ ഒന്ന് പുഷ് ചെയ്യാനും ഒക്കെ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ കുറേ, അതായത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ ഗോൾഡ് ബാച്ചിനും നമ്മളൊരു വാട്സപ്പ് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ മെൻറ്റർ ഉണ്ടായിരിക്കും, ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് ആ കൺസേൺഡ് സബ്ജക്റ്റിൻ്റെ ക്ലാരിഫിക്കേഷൻസ് വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ PWD ഇറിഗേഷൻ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ട്. അതായത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സ്റ്റാർട്ടിങ് ടിൽ എക്സാം വരെ നമ്മൾ ഈ ഒരു ഫീച്ചേഴ്സോട് കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. സോ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രൊഫൈൽ ആക്റ്റീവ് ആണ്. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ സമയം കളയാതെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് എക്സാമിന് പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കേണ്ട, അപ്ലൈ ചെയ്യുക. ഇക്വലൻ്റ് ഓർ ഹയർ ഡൗട്ട് ഉള്ളത് ക്ലാരിഫൈ ആയെന്ന് വിചാരിക്കുന്നു. പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഇതിൽ ഏതാണ് ഇക്വലൻ്റ് ഓർ ഹയർ കൊടുക്കേണ്ടത്. അപ്പം ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പോസ്റ്റുകൾ ഉള്ള അല്ലെങ്കിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഏതിനൊക്കെ ഇക്വലൻ്റ് ഓർ ഹയർ കൊടുക്കാൻ പറ്റും. അത് നോക്കി തെറ്റാതെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ പണി തീരുന്നില്ല. പഠിച്ചു തുടങ്ങാനായിട്ട് എൻ്റെ നിങ്ങളോടൊപ്പം ഉണ്ട്. താങ്ക് യു.